നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് സൗദി അറേബ്യ കളിക്കാൻ ഇറങ്ങിയാണ്. ഇന്ന് രാത്രിയാണ് മത്സരം, മയാമിയിലാണ് കളി. നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 ഈ കളി ആരംഭിക്കുന്നത്. സൗദിയുടെ എതിരാളികൾ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഉറുഗ്വയാണ്. 2022 വേൾഡ് കപ്പിൽ ഇതുപോലൊരു ലാറ്റിൻ അമേരിക്കൻ ടീമുമായിട്ട് അവർ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. അത് അർജൻറ്റീനയാണ്. അർജൻറ്റീനയെ അന്ന് അവർ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലൊരു അട്ടിമറി ഇത്തവണ സംഭവിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഉറുഗ്വായെ പരിശീലിപ്പിക്കുന്ന അർജൻറ്റീനക്കാരൻ മാർസലോ ബിയൽസയാണ്. സൗദി അറേബ്യയുടെ പരിശീലകൻ ജോർജിയസ് ഡോണിസാണ്. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് അവരുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത്. വെറും 12 സെഷനുകൾ മാത്രമാണ് താൻ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡോണിസ് പറയുന്നത്. ഗ്രീക്കുകാരനായ കോച്ചാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ സൗദി ക്ലബ്ബുകളിൽ പരിശീലകനായിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് ക്ലബ്ബുകൾ, അൽ ഖലീജിനൊക്കെ ആണ് ഏറ്റവും ഒടുവിൽ അൽ ഖലീജിനെ പരിശീലിപ്പിച്ചു. അപ്പോൾ എതിരാളികളായിട്ട് ഈ താരങ്ങളെ തനിക്കറിയാം, ഈ സൗദി അറേബ്യൻ താരങ്ങളെ തനിക്കറിയാം. പക്ഷെ അവരെ കോച്ച് ചെയ്യുക എന്നുള്ളത് വ്യത്യസ്തമാണ്. ഇന്നത്തെ കളിയിൽ തീർച്ചയായിട്ടും എതിരാളികളുടെ മുന്നേറ്റങ്ങൾ തടയാൻ ഡിഫൻസ് ഒരുക്കി കാത്തു നിൽക്കുന്ന ഒരു ടീമായിരിക്കില്ല തങ്ങളെന്നും വളരെ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങളെ കാണുമെന്നും വിജയിക്കാനുള്ള പരമാവധി ശ്രമം നടത്തുമെന്നും ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ജോർജിയസ് ഡോണിസ് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകൾ: ഞങ്ങളുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ബി ബോൾഡായി നിൽക്കുക. ഞങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഐഡൻറ്റിറ്റി ഉണ്ട്, അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. ഞങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങൾ ഇവിടെ വെറുതെ ഒരു പാസീവ് ടീം എന്ന രൂപത്തിൽ നിൽക്കുക, എതിരാളികൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും മികച്ചൊരു പോരാട്ടം ഈ ടീം നടത്തും. അപ്പോൾ നമുക്കറിയാം, കോച്ച് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി ടീമിൻ്റെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുറഞ്ഞ സമയം മതിയാകുമോ ടീമിനെ പരിശീലിപ്പിച്ചൊരുക്കി വേൾഡ് കപ്പിന് ഇറക്കാൻ എന്നുള്ള ചോദ്യം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി: തീർച്ചയായിട്ടും ഞാൻ വെറും 12 സെഷനുകളാണ് ഇൻ ടോട്ടൽ ഈ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അത് ആവശ്യത്തിനുള്ള ദിവസങ്ങളില്ല എന്നെനിക്കറിയാം. എല്ലാം വളരെ പെട്ടെന്നാണല്ലോ സംഭവിച്ചത്. ഞങ്ങൾ വളരെ പെട്ടെന്ന് എത്തി ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. എനിക്ക് ഓൾറെഡി ഈ താരങ്ങളൊക്കെ അറിയാം. പക്ഷേ അവരെ ഓപ്പണൻസ് എന്ന രൂപത്തിൽ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അവരെ കോച്ച് ചെയ്യുക എന്നുള്ളത് വ്യത്യസ്തമാണ് എന്നുകൂടി കോച്ച് പറഞ്ഞു. എന്തായാലും ഈ കോച്ചിൻ്റെ കീഴിൽ ഡോണിസ് അവരുടെ കോച്ചായിട്ട് വന്നിട്ട് 3 മത്സരങ്ങൾ മാത്രമാണ് അവർ കളിച്ചത്. സന്നാഹ മത്സരങ്ങൾ പോലെ. ഇക്വഡോറിനെതിരെ കളിച്ച് കളി 2-1 തോറ്റു. പിന്നെ പ്യൂട്ടോറിക്കെതിരെ കളിച്ച കളി 3-0 വിജയിച്ചു. പിന്നെ സെനഗലുമായിട്ട് കളിച്ച കളി ഗോൾ രഹിത സമനിലയുമായി. ഏതായാലും കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കോച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഡിസയർ ടു പ്ലേ ഇൻ അറ്റാക്കിംഗ് സ്റ്റൈൽ, ആക്രമണ ഫുട്ബോൾ തന്നെ കളിക്കുമെന്നാണ് ഇപ്പോൾ ഡോണിസ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ അർജൻറ്റീനയ്ക്ക് കൊടുത്ത ആ ഒരു ഞെട്ടൽ ഈ തവണ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായ ഉറുഗ്വായ്ക്ക് കൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.